നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഈ പെരും മഴക്കാലത്ത് പത്തനംതിട്ട ജില്ലാ കളക്ടറായ എസ് പ്രേംകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പോസ്റ്റിലാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. മഴക്കെടുതി മൂലം പൊതു അവധി പ്രഖ്യാപിച്ചത് മാത്രമല്ല, അവധി ദിനത്തിൽ ട്യൂഷൻ സെന്ററുകൾ തുറക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടി എടുത്തതും വിദ്യാർത്ഥികളുടെ പ്രിയതാരമായി കളക്ടർ മാറുകയായിരുന്നു. ഗ്രീൻ ആണ് മക്കളെ, ഹോംവർക്ക് ഒക്കെ ചെയ്തോളൂ, ബാഗ് പാക്ക് ചെയ്തോളൂ എന്നാണ് കളക്ടറുടെ ശ്രദ്ധേയമായ കമന്റ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടികളും വന്നതോടെ സംഭവം വളരെയധികം രസകരമായി. നന്നായി മക്കളോട് മാമന്റെ ഉപദേശം. പ്ലീസ് സാർ, ഒരു അവധിതാ, നാളെ തന്നില്ലെങ്കിലും ശനിയാഴ്ച അവധി തരുമോ? ഇങ്ങനെ പോകുന്നു മറുപടി കമന്റുകൾ. കേരളത്തിലെ മിക്ക കളക്ടർമാരും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. കളക്ടർ പ്രേംകൃഷ്ണനും ഇപ്പോൾ പത്തനംതിട്ടയിലെ ട്രെൻഡ് സെറ്ററായി മാറുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മികച്ച പ്രവർത്തനത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ അഭിനന്ദനവും കളക്ടർ നേടിയിരുന്നു. അവധി എന്ന് കേട്ടാൽ മടിപിടിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ രസം നിറയ്ക്കുന്നതാണ് കളക്ടറുടെ ഫേസ്ബുക്ക് കമന്റ് എന്നാണ് പലരും വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ കളക്ടർക്ക് കുട്ടികൾ എന്ത് പേരിട്ടാവും സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് പത്തനംതിട്ടക്കാർ. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തതിന് സമാനമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രവചനത്തിൽ പറയുന്നു. 14 ജില്ലകളിൽ ഒരിടത്തും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നില്ല. കേരള തീരത്തുണ്ടായിരുന്ന ന്യൂനമർദ്ദ പാത്തിയുടെയും ഗുജറാത്തിന് മുകളിലായിരുന്ന ചക്രവാത ചുഴിയുടെയും സ്വാധീനം കുറയുന്നതോടെയാണ് മഴ ശമിക്കുന്നത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ മുഴുവനും ആലപ്പുഴ ജില്ലയിലെ 4 താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്.